കൊല്ലം NSS UPS സ്കൂളിലെ വിനോദയാത്രക്കിടെയുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 6ാം ക്ലാസ് വിദ്യാർത്ഥി ആരോമലിനാണ് പരിക്കേറ്റത്. അധ്യാപകരുടെ ശ്രദ്ധക്കുറവാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് കുടുംബം കൊട്ടിയം പോലീസിന് പരാതി നൽകി. കല്ലുവിള സ്വദേശികളായ മണികണ്ഠൻ ജലജ ദമ്പതികളുടെ മകൻ ആരോമലിനാണ് NSS UPS സ്കൂളിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോയ വിനോദയാത്രക്കിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത്. ആരോമൽ ബസ്സിൽ കിടന്ന് ഉറങ്ങുന്നതിനിടയിൽ പുറത്തേക്ക് കൈയിടുകയും തുടർന്ന് എതിരെ വന്ന ലോറി കുട്ടിയുടെ കൈയിലിടിക്കുകയും ചെയ്തു. സ്കൂൾ അധികൃതർ ഉടൻ തന്നെ കന്യാകുമാരിയിലെ ശിവാന്തി ആശുപത്രിയിലെത്തിച്ചപ്പോഴാണ് ആരോമലിന്റെ കൈമുട്ടിന് പൊട്ടലുള്ളതായി അറിയുന്നത്. തുടർന്ന് യാത്ര മതിയാക്കി കുട്ടിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. തുടർ പരിശോധനയിൽ കുട്ടിയുടെ കൈയിന് ഉടൻ സർജറി വേണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ സർജറിക്ക് വേണ്ട 1.5 ലക്ഷം രൂപ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതിനാൽ ആരോമലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഉച്ചയോടെയുണ്ടായ അപകടം രാത്രി 11 മണി കഴിഞ്ഞാണ് തങ്ങളെ അറിയിച്ചതെന്നും വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നും ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസ് കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിന് ഉച്ചയ്ക്ക് 2 മണിക്ക് അങ്ങനെ സംഭവിച്ച കാര്യമാണ്. പക്ഷെ നമ്മളെ പേരൻസിനെ അറിയിച്ചില്ല. രാത്രി 12 മണിക്കാണ് കൊല്ലം മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ഇത്രയും മണിക്കൂർ ഈ സാർമാരി കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട്? ഡോക്ടർ പറയുന്ന 6 മണിക്കൂറിനകത്ത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൈക്ക് ഒരു കുഴപ്പവും വരുത്തില്ലെന്നാണ് പറയുന്നത്. കുഞ്ഞിന് കൈ പഴയതുപോലെ എടുക്കാനോ പറ്റത്തില്ല. അത് ഡോക്ടർമാർ ഉറപ്പ് പറയുന്നില്ല കുഞ്ഞിൻ്റെ കൈക്ക്. എന്ന് വെച്ചാൽ കുഞ്ഞിന് തീരെ വയ്യ, കുഞ്ഞിൻ്റെ കൈ അനക്കാൻ വയ്യ, ഇപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുക കൊച്ച്. അതിന് ഒരു മറുപടി ഡോക്ടേഴ്സാണ് അധ്യാപകർ പറയണം. അവർ എന്തുകൊണ്ട് ഇനി ഒരു കുഞ്ഞിന് ഇതുപോലൊരു സാഹചര്യം ഉണ്ടാവരുത്, അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ കേസ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ അധ്യാപകർക്ക് ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതെ വരരുത്. കുട്ടിയുടെ ആശുപത്രി ചെലവിന് വേണ്ട എല്ലാ സഹായങ്ങളും സ്കൂൾ നൽകുന്നുണ്ടെന്ന് അറബിക് അധ്യാപകനായ സീദ് പറഞ്ഞു. രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ ഞങ്ങളോട് സഹകരിച്ചില്ല എന്നല്ല, രക്ഷിതാക്കൾ അവരുടെ കാര്യങ്ങൾ മാത്രം, അതായത് ഇത് എന്താകുന്നു എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവരവിടെ കുത്തിയിരുന്ന് ഉറങ്ങുക മാത്രമാണ് ചെയ്തത്. ആ രക്ഷകർത്താക്കളാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ വ്യക്തമായ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടുണ്ട്. അത് കാര്യമില്ല, ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങളുടെ കുട്ടി ഞങ്ങളോടൊപ്പമുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് വേണ്ടി ആണ് ഞങ്ങൾ ചെയ്തതെന്നുള്ള സമാധാനം ഞങ്ങൾക്കുണ്ട്. ആരോമൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.